നമസ്കാരം. വടകരയിലെ കാഫിർ പ്രയോഗം വീണ്ടും ചൂട് പിടിക്കുമ്പോഴും പ്രതി ആര് എന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് കേരള പോലീസ്. ഫേസ്ബുക്ക് കനിഞ്ഞാൽ മാത്രമേ പ്രതിയെ കണ്ടുപിടിക്കാനാവൂ എന്ന കേരള പോലീസിന്റെ വാദം കേരള പോലീസിന്റെ കഴിവില്ലായ്മയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് നടന്ന 24ന്റെ ചർച്ചയിൽ ഉത്തരം മുട്ടിയതോടെ ശൈലജ ടീച്ചറുടെ തുണ്ട് വീഡിയോ ആയുധമാക്കിക്കൊണ്ട് CPM നേതാവ് അനിൽകുമാർ. ശൈലജ ടീച്ചറുടെ തുണ്ട് വീഡിയോ ഇറങ്ങി. ഹാഷ്മി അത് കണ്ടോ? എവിടെ കിട്ടും എന്നാണ് അനിൽകുമാർ ചോദിച്ചത്. ഇതോടെ ചർച്ച വഴിമാറുകയും ചർച്ചയിൽ ഹാഷ്മി ആഞ്ഞടിച്ചുകൊണ്ട് CPM നേതാവിനെ നിലത്തിരുത്തുകയും ചെയ്തു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ ചർച്ചയ്ക്ക് വന്ന അനിൽകുമാർ പോരാളി ഷാജിയുടെ നിലയിലേക്ക് തരം താഴരുത് എന്ന് ഹാഷ്മി പറഞ്ഞു. അതേസമയം വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പ്രചരിപ്പിച്ച CPM നേതാവ് KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ UDF. ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് MLA KK രമയും ആവശ്യപ്പെട്ടു. ലതികയുടെ FB പോസ്റ്റാണ് കൂടുതലായി ഷെയർ ചെയ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ശ്രമിച്ചത് എന്നും KK രമ ആരോപിച്ചു. ലതികയുടെ പേജിൽ നിന്നും വന്നു എന്നത് കൊണ്ട് തന്നെ നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമായി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പിൻവലിച്ചത് അംഗീകരിക്കാനാകില്ല. തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ പിൻവലിച്ചത്. വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച ലതികയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും KK രമ ആവശ്യപ്പെട്ടു. അതേസമയം ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷനും ആവശ്യപ്പെട്ടു. ലതിക പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. പോസ്റ്റ് പിൻവലിച്ചതോടെ അവരുടെ പങ്ക് കൂടുതൽ വ്യക്തമായി എന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. ലതികയെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പോലീസ് കാണിക്കണം. നടപടി ഇനിയും വൈകിയാൽ UDF ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും പ്രവീൺ കുമാർ വ്യക്തമാക്കി. നേരത്തെ KK ലതികയിൽ നിന്ന് മൊഴിയെടുക്കുകയും അവരുടെ ഫോൺ സൈബർ സെൽ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ലതിക വിവാദ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തു എന്ന മൊഴിയെ തുടർന്നായിരുന്നു ഇത്. ഞായറാഴ്ചയാണ് പോസ്റ്റ് KK ലതിക നീക്കം ചെയ്തത്. നേരത്തെ പോസ്റ്റ് വ്യാജമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടും സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ നിന്ന് ലതിക പിൻവലിക്കാത്തതിനെതിരെ UDF രംഗത്ത് വന്നിരുന്നു. ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന് UDF നേതാക്കൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് സ്ക്രീൻഷോട്ട് പിൻവലിച്ചുകൊണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത്. ലതികയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യക്ഷപ്പെട്ട കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് ഖാസിം അല്ല എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് നൽകി. ഖാസിമിനെതിരായി പ്രഥമ ദൃഷ്ട്യാ തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നും അതേസമയം ഖാസിമിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ല എന്നും വടകര റൂറൽ SP കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഖാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന അക്കൗണ്ട് സംബന്ധിച്ചും വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി മുൻ MLA KK ലതിക അടക്കം 12 പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. ഫേസ്ബുക്കിൽ നിന്നും വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യാനായി ഫേസ്ബുക്ക് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ പേരിൽ സമൂഹ മാധ്യമത്തിന്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തതായും ഫേസ്ബുക്ക് അധികാരികളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വടകരയിലെ ഈ കാഫർ സ്ക്രീൻഷോട്ട് അങ്ങേയറ്റം സമൂഹത്തെ മലീമസമാക്കാൻ പോകുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. ഇപ്പോൾ ലീഗ് ആരോപിക്കുന്നത്, UDF ആരോപിക്കുന്നത്, ഏറ്റവും ഒടുവിൽ പോലീസ് എത്തിച്ചേരാൻ പോകുന്ന നിഗമനം അല്ലെങ്കിൽ അന്വേഷണം നീങ്ങുന്നത് ഈ പറഞ്ഞ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ CPMന്റെ സൈബർ ഗ്രൂപ്പിലേക്കാണ്. അല്ലെങ്കിൽ പോരാളി ഷാജി എന്ന് പറയുന്ന ഏറ്റവും ഒടുവിൽ MV ജയരാജൻ പറഞ്ഞ ഞങ്ങൾക്ക് ആരാന്ന് അറിയില്ല എന്ന് പറയുന്ന അതിലേക്കാണ്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കണ്ടേ? അതേത് CPMകാരനാണെങ്കിലും ഏത് ലീഗുകാരനാണെങ്കിലും ആരാണെങ്കിലും അന്വേഷിച്ച് വൃത്തികേട് ഉണ്ടാക്കിയവനെ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ നിർത്തണ്ടേ? അല്ലെങ്കിൽ ശ്രീ K അനിൽകുമാർ, താങ്കൾ ഈ പറയുന്ന മഹത്വത്തിനൊക്കെ ഒപ്പം വടകരയിൽ 10 വോട്ടിന് വേണ്ടി കുൽസിതപ്പണി നടത്തിയ പാർട്ടി എന്ന പേരുദോഷം ഉണ്ടാവില്ലേ CPMന്? ശ്രീ K അനിൽകുമാർ, KK ശൈലജ ടീച്ചറുടെ ഏതാണ്ട് ഒരു തുണ്ടിറങ്ങി ഉടനെ അതെവിടെ കിട്ടും? പുതിയ തുടക്കമാണോ അത്? അതൊന്നും ഹാഷ്മി കണ്ടിട്ടില്ലേ? ഇത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ.
ഞങ്ങൾക്ക് എന്തെങ്കിലും ആവതുണ്ടെങ്കിൽ, കേരളത്തിലെ പോലീസിന് എന്തെങ്കിലും ആവതുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? എന്താ പ്രശ്നം? പോലീസിനാവുന്നില്ലേ? ഈ പറയുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് പരിചിതമല്ലാത്ത, വടകരയിലെ ജനതയെ മൊത്തം ഒന്നാകെ അധിക്ഷേപിക്കുന്ന, വടകരക്കാർ വോട്ട് ചെയ്യുന്നത് വർഗീയമായിട്ടാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു നെറികെട്ട സ്ക്രീൻഷോട്ട് ഉണ്ടായി. അത് ആ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്ന സ്ക്രീൻഷോട്ടായിരുന്നു. ആ സ്ക്രീൻഷോട്ടിന്റെ കാരണക്കാരനെ പിടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നിർത്താൻ ആവത് കേരള പോലീസിന് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, അങ്ങ് ആവതില്ല എന്ന് പറയുകയാണെങ്കിലൊക്കെ ഞാൻ വിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കെട്ടുകഥ പറയുമ്പോൾ എനിക്ക് പൊള്ളും. അത് ഞാൻ പൊള്ളുന്നത് നിങ്ങളോട് വ്യക്തിപരമായിട്ട്. കെട്ടുകഥ ഉണ്ടാക്കിയ നിങ്ങളാണ് സാർ, അതാണ് പറയുന്നത്. ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ സഖാക്കൾ ഉണ്ടാക്കി സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി എന്നതാണ് പോലീസ് തന്നെ പറഞ്ഞു വരുന്നത്. ഹാഷ്മി ഇപ്പം കോട്ടയത്ത് കേരളത്തിലെ DGP ആയോ? നിങ്ങൾക്ക് എന്നാ പണി കിട്ടിയത്? പോലീസിന് റിപ്പോർട്ട് അയച്ചുതരാം. CPM ഇപ്രകാരം ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിൽ പങ്കുണ്ടെന്നല്ല കേരള പോലീസ് കണ്ടെത്തിയത്. ഞാൻ അയച്ചുതരാം സാർ. അമ്പാടിമുക്ക് സഖാക്കളിലേക്ക് പോരാളി ഷാജിയിലേക്ക് പോവാന്ന് പറയാ. കാണിക്കുന്ന CPM-നെ കുറ്റപ്പെടുത്തി റിപ്പോർട്ട്. അമ്പാടിമുക്ക് സഖാക്കളിലേക്കും പോരാളി ഷാജിയിലോട്ട് പോവാ. അതിനും MP ജയരാജൻ മുൻകൂർ ജാമ്യം എടുത്തു. അതാണ് പറഞ്ഞത്. സാർ, ഈ പോലീസ് റിപ്പോർട്ട് വന്നപ്പോഴേക്കും MP ജയരാജൻ വന്ന് മുൻകൂർ ജാമ്യം എടുത്തു. പോരാളി ഷാജി ഞങ്ങളിൽ പെട്ടവരല്ല. മിസ്റ്റർ ഹാഷ്മി, ഞാനൊരു കാര്യം പറയട്ടെ. മുൻകൂർ ജാമ്യമാ. ഹാഷ്മി പണ്ടൊരു കടത്തുകാരനുമായിട്ട് വന്നല്ലോ. എത്രയോ കടത്തുകാരെ ഞങ്ങൾ കണ്ട. അയ്യേ, അനിൽകുമാർ, താങ്കൾ നിലവാരം താഴെ. ആരും ശ്രമിക്കണ്ട. ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചത് CPM സംസ്ഥാന സമിതി അംഗത്തെയാണ്, അല്ലാതെ ഒരു സൈബർ കടന്നലിനെയോ പോരാളി ഷാജിയോ അല്ല. തടസ്സപ്പെടുത്താതെ. അനിൽകുമാർ, സംസ്ഥാന സമിതി അംഗ പറയുന്നത് ഞാൻ CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തെ കൊണ്ട് ചർച്ചക്കൊണ്ടിരുത്തിയേക്കാണ്, അല്ലാതെ ഒരു പോരാളി ഷാജിയെ അല്ല ചർച്ചക്കൊണ്ടിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പോരാളി ഷാജി ആവല്ലേ, അങ്ങ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാവും പ്ലീസ്. കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ച നടത്തുന്ന വർഗീയം. ശരി, കരിപ്പൂർ വിമാനത്താവളത്തിൽ അർജുൻ ആയങ്കി ഉപയോഗിച്ച ഒരു കാറിന്റെ ഉടമയുടെ സജേഷ് എന്നാണ് പേര്. സജേഷ് ചെമ്പിലോട് ലോക്കലിൽ കൊയ്യോട് മൊയ്യാരം ബ്രാഞ്ചിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു കള്ളക്കടത്തുകാരനുമായി ബന്ധത്തിന്റെ പേരിൽ. അപ്പൊ കടത്തുകാരൊക്കെയാണ്, കടത്തുകാർക്ക് കഞ്ഞി വെച്ചവരാരൊക്കെയാണെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചോദിക്കണം. അനിൽകുമാർ, മറുപടി അല്ല ഞാൻ പറഞ്ഞുതരാം. കടത്തുകാരനാണ് 17 മിനിറ്റ്